ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. സഖാക്കളെ മുഴുവൻ പിരിച്ചയച്ച രഘുവരൻ എന്തോ ആലോചിച്ചുകൊണ്ട് അല്പനേരം ഇരുന്നു. കാര്യങ്ങൾ തീരുമാനിച്ചു. സമീപത്തു നിൽക്കുന്ന തവണക്കാരനോട് കൽപ്പിച്ചു, ലക്ഷ്മണാന്യതനായ ലക്ഷ്മണനെയും ശ്രീമാനായ ഭരതനെയും പരാജയം ലേശമേതും ഏശാത്ത ശത്രുഘ്നെയും ഉടനെ വരുത്തൂ. തലയ്ക്ക് മുകളിൽ കൈകൂപ്പിക്കൊണ്ട് ദ്വാരപാലകൻ പോയി. ലക്ഷ്മണ ഗൃഹത്തിലെത്തി. രാജരാജഭൃത്യന് ലക്ഷ്മണ സന്നിധിയിലെത്താൻ യാതൊരു തടസ്സവും ഒരിടത്തും ഉണ്ടായില്ല. ഉപചാരത്തോടുകൂടി ദ്വാരപാലകൻ തൊഴുതുകൊണ്ട് മഹാത്മാ സൗമിത്രിയോട് ഉണർത്തി, ഏട്ടൻ തമ്പുരാൻ കാത്തിരിക്കുന്നു, താമസിയാതെ അങ്ങോട്ട് എഴുന്നള്ളണം. അങ്ങനെ തന്നെ ഉത്തരക്ഷണത്തിൽ കുമാരൻ തേരിലേറി അഗ്രജ സമീപത്തിലേക്ക് പോയി. അത് കണ്ട ഭൃത്യൻ ഉടനെ ഭരതഭവനത്തിലെത്തി സവിനയം തൊഴുതുകൊണ്ട്, തിരുമേനിയെ കാണുവാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നു. ശ്രീരാമകൽപ്പന കേട്ടപ്പോൾ ഭരതൻ വേഗത്തിൽ നടന്നു തുടങ്ങി. യുവരാജാവ് പോകുന്നത് കണ്ട ദ്വാരപാലകൻ ശത്രുഘ്ന സവിധത്തിൽ തൊഴുകൈയോടെ എത്തി. പ്രഭോ, രഘുനായക സവിധത്തിലേക്ക് എഴുന്നള്ളിയാലും? തമ്പുരാൻ കാത്തിരിക്കുകയാണ്. മഹാത്മാവായ ലക്ഷ്മണകുമാരനും യശസ്സാർന്ന യുവരാജ ഭരതനും അങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്നു. അഗ്രജന്റെ അരമനയ്ക്ക് അഭിമുഖമായി നിന്ന ശത്രുഘ്നൻ ആദ്യം സാഷ്ടാംഗം നമസ്കരിച്ചു. അതിവേഗത്തിൽ അവിടേക്ക് എത്തിച്ചേർന്നു. തൊഴുകൈയോടുകൂടി തന്നെ തവണക്കാരൻ തന്തിരുവടിയുടെ മുന്നിലെത്തി. ചെറിയ തമ്പുരാന്മാർ കൽപ്പന കാത്ത് പുറത്തു നിൽക്കുന്ന വിവരം അറിയിച്ചു. ചിന്താപരവശനായി തല അല്പമൊന്ന് ചായ്ച്ച് കൈത്തലത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പരന്തപൻ, എൻ്റെ അനുജന്മാരെ ഉടനെ കൂട്ടിക്കൊണ്ടുവരൂ. ഇവരിലാണ് എൻ്റെ ജീവൻ, എൻ്റെ പ്രിയ പ്രാണങ്ങളാണ് ഇവർ. അഗ്രജന്റെ അരുളപ്പാടു കേട്ട അനുജന്മാർ ശിരസിന് മുകളിൽ കൈകൂപ്പിക്കൊണ്ട് അടുത്തേക്ക് ചെന്നു. ശുഭ്രവസ്ത്രങ്ങൾ ഏറ്റവും ലളിതമായി ധരിച്ചിരിക്കുന്ന കുമാരന്മാർ അതുവരെയില്ലാത്ത പരിഭ്രമത്തോടെ രാജരാജനായ ജ്യേഷ്ഠനെ നോക്കി. ആ തിരുമുഖം ഗ്രസിച്ച ചന്ദ്രബിംബം പോലെ, അസ്തമന സാഗരത്തിലേക്ക് അന്തർധാനം ചെയ്യുന്ന അർക്കബിംബം പോലെ കാന്തിയില്ലാതെ വിളറിയിരിക്കുന്നു. അമയ ബുദ്ധിമാനും അലൗകിക പരാക്രമിയുമായ വീര രഘുവരന്റെ വിശാലലോചനങ്ങളിൽ കണ്ണീർ നിറഞ്ഞിരിക്കുന്നു. വാടിയ താമര പോലെയുള്ള ആ വദനം കണ്ട അനുജന്മാർ ജിജ്ഞാസയോടെ അതിശ്രദ്ധയോടെ ആ തൃപ്പാദങ്ങളിൽ താണുവണങ്ങി. കൊടുകൂടെ അശ്രുക്കൾ വീഴ്ത്തുന്ന മഹാബലവാൻ 3 പേരെയും കെട്ടിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഇരിക്കുവേൻ എന്ന് പറഞ്ഞ് തുടർന്നു, അനുജന്മാരെ, നിങ്ങളാണ് എൻ്റെ സർവസ്വവും. എൻ്റെ ജീവിതം നിങ്ങൾ മാത്രം. നിങ്ങൾ നേടിത്തന്ന രാജ്യത്തെ ഞാൻ പരിരക്ഷിക്കുന്നു. രാജകുമാരന്മാരെ നിങ്ങൾക്ക് എല്ലാ ശാസ്ത്രാർത്ഥങ്ങളും വിശദമായിട്ടറിയാം. അതിബുദ്ധിശക്തിയുമുണ്ട്. ഹേ നരേന്ദ്രകുമാരന്മാരെ, നിങ്ങൾ 3 പേരും കൂടി ഗാഢമായി ചിന്തിച്ച് എൻ്റെ കാര്യം തീർച്ചപ്പെടുത്തണം. കാകുത്സ്ഥൻ എന്തൊന്നാണ് കൽപ്പിക്കുവാൻ തുടങ്ങുന്നതെന്ന് അതിശ്രദ്ധയോടെ കേൾക്കുവാൻ നിൽക്കുന്ന അവർ ലോകൈക വീരന്മാരായ ദശരഥനന്ദനന്മാർ വല്ലാതെ ഒന്ന് നടുങ്ങുക തന്നെ ചെയ്തു. അഴലായിലാണ്ട ഹൃദയത്തോടെ അവരെ കണ്ട രഘുവരൻ വരണ്ട മുഖത്തോടുകൂടി അരുളി ചെയ്തു, നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. നിങ്ങൾ മറ്റൊന്നും കരുതരുത്. പ്രജകളെല്ലാം എൻ്റെ സീതയെപ്പറ്റി പറയുന്നത് കേൾക്കുവിൻ. പുരവാസി ജനങ്ങളും നാട്ടുകാരും വല്ലാതെ ദോഷം പറയുന്നു. അക്കാര്യത്തിൽ അവർക്ക് എന്നിൽ വെറുപ്പുമുണ്ട്. അത് എൻ്റെ മർമ്മങ്ങളെ പിളർക്കുന്നു. ശ്രേഷ്ഠതരമായ ഇക്ഷ്വാകു വംശത്തിലല്ലേ ഞാൻ ജനിച്ചിട്ടുള്ളത്? മാന്യമായ ജനകവംശജാതയാണ് സീത. സൗമ്യനായ ലക്ഷ്മണ ശൂന്യമായ ദണ്ഡകാരണ്യത്തിൽ നിന്ന് സീതയെ കട്ടതും ഘോരനായ രാവണനെ ഉഗ്രയുദ്ധത്തിൽ നിഗ്രഹിച്ചതും എല്ലാം നിനക്കറിയാമല്ലോ. അന്ന് ജനകാത്മജയെപ്പറ്റി ദുഷ്ടാഗ്രേസരനായ ലങ്കാധിപന്റെ അധീനത്തിൽ വസിച്ചവളെ എങ്ങനെയാണ് അയോധ്യയിലേക്ക് കൊണ്ടുപോവുക എന്ന ചിന്തയുമുണ്ടായിരുന്നു. എന്നാൽ സംശയം ദൂരീകരിക്കത്തക്ക വിധമാണ് അന്ന് സീത ചെന്തിയിൽ ചാടിയത്. ദേവന്മാരും നീയും കാണത്തക്ക വിധം അഗ്നിദേവൻ പ്രത്യക്ഷനായി സീത നിർദോഷയാണെന്ന് പറഞ്ഞു. സർവവ്യാപിയായ വായുദേവനും അതുതന്നെ ആവർത്തിച്ചു. ചന്ദ്രൻ, അർക്കൻ, ദേവശ്രേഷ്ഠന്മാർ, ഗന്ധർവന്മാർ, മാമുനീന്ദ്രന്മാർ തുടങ്ങിയ ദിവ്യന്മാരുടെ മുന്നിൽ വെച്ച് ദേവേന്ദ്രൻ സത്വൃത്തയാണ് ദേവി എന്നരുളി ചെയ്തത് എന്നെ ഏൽപ്പിച്ചത് നീ കണ്ടതല്ലേ. പേരാണ്ട സീത പതിവ്രതാരത്നമാണെന്ന് എൻ്റെ മനസ്സിന് ഉറപ്പുമുണ്ട്. അതിനാലാണ് അയോധ്യ നഗരിയിലേക്ക് മൈഥിലിയെ കൊണ്ടുപോകുന്നത്. എന്നാൽ കടുത്ത ദുഷ്പേര് എന്നെ അത്യധികം അലട്ടുന്നു. നാഗരികന്മാരും നാട്ടുകാരും വല്ലാതെ ദോഷം പറയുന്നു. ഏതൊരുവനെ പറ്റിയാണോ അകീർത്തി പാരിടത്തിൽ പറയുന്നത്, ആ കാലമെല്ലാം അവൻ അധോഗതിയിലാണ് വാഴുന്നത്. വാനോർ കൂടി അകീർത്തിമാനെ നിന്ദിക്കുന്നു, കീർത്തിയെ മാനിക്കുന്നു.
മഹാത്മാക്കളായവർ സർവദാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യശസ്സിനാണ്. ചീത്തപ്പേര് നശിപ്പിക്കുവാൻ ജീവനെയും നിങ്ങളെയും കൂടി ത്യജിക്കുവാൻ ഞാൻ ഒരുക്കമുള്ളവനാണ്. പിന്നെയാണോ ജനകരാജപുത്രി കുമാരന്മാരെ, അഴലാകുന്ന അലയാഴിയിൽ ഞാനിതാ മുങ്ങിക്കഴിഞ്ഞു. ഇതിലധികം കനത്തൊരു സങ്കടം ഞാൻ കാണുന്നില്ല. വീര്യവും സ്ഥൈര്യവും വ്യക്തമാകുന്ന നേത്രങ്ങളോടെ ദേവൻ സുദൃഢമായി തുടർന്നു. ലക്ഷ്മണ, നാളെ കാലത്ത് സുമന്ത്രരോട് തേർ കൊണ്ടുവരുവാൻ പറയൂ. അതിൽ സീതയെ കയറ്റി അയോധ്യ രാജ്യത്തിനപ്പുറം കൊണ്ടുപോയാക്കൂ. ഗംഗാ നദിയുടെ അക്കരെ താമസ നദിയുടെ തീരത്തിൽ വാൽമീകി മാമുനീന്ദ്രന്റെ ദിവ്യ ആശ്രമമുണ്ട്. ആ ശൂന്യ പ്രദേശത്തിൽ സീതയെ ഉപേക്ഷിച്ച് അതിവേഗം നീ വരണം. നിനക്ക് നന്മ വരട്ടെ. എൻ്റെ വാക്ക് അക്ഷരം പ്രതി അനുസരിക്കൂ. നീ സീതയെ പറ്റി യാതൊന്നും മറുത്തു പറയേണ്ട ആവശ്യമില്ല. മറ്റൊന്നും ചിന്തിക്കുകയും വേണ്ട. എന്നാൽ ഭദ്രമായി പോയി വരൂ. എന്തെങ്കിലും വിധത്തിൽ നീ ഇത് മുടക്കിയാൽ നിന്നിൽ എനിക്ക് തികച്ചും അപ്രീതിയാണുണ്ടാവുക. ഏതെങ്കിലും സന്ദർഭത്തിൽ സീതയെ പറ്റിയ അനുനയ വാക്കുകൾ നിങ്ങൾ എന്നോട് പറയുകയില്ലെന്ന് എൻ്റെ കാൽ പിടിച്ച് ജീവൻ സാക്ഷിയായി സത്യം ചെയ്യണം. എന്തെങ്കിലും മറുത്തു പറയുന്നവർ എൻ്റെ ഇഷ്ടത്തെ തടുത്ത ആജന്മ ശത്രുക്കളാണെന്ന് മനസ്സിലാക്കണം. എൻ്റെ കീഴിലാണ് നിങ്ങളെങ്കിൽ എന്നെ അനുസരിച്ച് മാനിക്കുവേൻ. സീതയെ ഈ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുപോവുക. ഞാൻ പറഞ്ഞ വാക്കുകൾ അതേപടി ചെയ്യുക. ഇന്ന് ഇവൾ എന്നോട് അപേക്ഷിക്കുകയുണ്ടായി ഗംഗാതീരത്തുള്ള പുണ്യാശ്രമ പ്രദേശങ്ങൾ കാണണമെന്ന്. ആ ആഗ്രഹവും നിറവേറ്റാം. അശ്രുക്കൾ ഒഴുകുന്ന മുഖത്തോടുകൂടി ശ്രീരാമചന്ദ്രൻ ഇത്രയും പറഞ്ഞ് ആനയെപ്പോലെ നെടുവീർപ്പിട്ട് സഹജന്മാരുടെ സമീപത്തിൽ നിന്ന് അന്തപുരത്തിലേക്ക് പോയി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.